ഇതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് അനന്തനാർ പിള്ള സമസ്ത നായർ സമാജത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇത് ശ്രീ രാമേന്ദ്രൻ കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയാണ് സമസ്ത നായർ. കേരളത്തിലെ എല്ലാ മുൻനിര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമുദായമാണ് നായർ. ആദ്യകാലം മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി, സമസ്ത ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നായർ സമുദായത്തിൽപ്പെട്ട പ്രമുഖരായ വ്യക്തികൾ തന്നെയാണ്. AKG ആയാലും, മന്നത്ത് പത്മനാഭനായാലും, ശ്രീ കൃഷ്ണപിള്ളയായാലും, അങ്ങനെ അച്യുതമേനോൻ, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. ശ്രീ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തകർന്നടിഞ്ഞ നായർ സമുദായത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച മഹത്തായ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ പ്രത്യജന സംഘം എന്ന പേരിൽ രൂപീകരിച്ചത് പിന്നെ നായർ സർവീസ് സൊസൈറ്റിയായി മാറി. 1970 മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മളെ ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥ. അദ്ദേഹം ദിവഗതനായി. ശേഷമുള്ള ഈ 50 വർഷമായിട്ട് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയാൽ അദ്ദേഹത്തിന്റെ കാലത്ത് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരും, അദ്ദേഹം മാത്രമെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല, ഒരു വലിയ ടീമിന്റെ അധ്വാനമാണ് ഇന്ന് കാണുന്ന 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനം എന്ന ഫലത്തില് സമൂഹത്തിന് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത, നായർ സമുദായത്തിന് ഒരു ഉപകാരപ്പെടാത്ത ഒരു പ്രസ്ഥാനമായിട്ട് മാറി. നമ്മളൊരു ആരോപണം പറയാൻ വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമല്ല ഇത്, കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേരാണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ അതിനെ വിളിക്കുന്നത് നായർ സമുദായത്തില് താഴെ തട്ടിലുള്ള കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അതിൽ നിന്നും ഒരു സർവീസും കിട്ടുന്നില്ല. അതുകൊണ്ട് നോ സർവീസ് സൊസൈറ്റി എന്ന് ഞങ്ങൾ അതിനെ പുനർനാമകരണം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കേരള ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന, കോളേജിലും സ്കൂളുകളിലും കിട്ടുന്ന, എയ്ഡഡ് സ്കൂളുകൾക്ക് കിട്ടുന്ന ഗ്രാന്റും അവിടെ കിട്ടുന്ന അപ്പോയിന്റ്മെന്റും കൊണ്ട് മാത്രം തന്റെ പാർശ്വവർത്തികളെ കുത്തി നിറച്ചുകൊണ്ട് അതിന്റെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളായിരുന്നു, നായർ സമുദായത്തിന്റെ പേരിൽ തന്നെ. കേരളത്തിലെ ഗവൺമെന്റിനെ ഉണ്ടാക്കാനും ഗവൺമെന്റിനെ ഇറക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു ഒരു കാലത്ത് ശ്രീ മന്നത്ത് പത്മനാഭൻ. നിർഭാഗ്യവശാൽ ഇന്നത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തെ പറ്റി നിങ്ങൾക്കറിയാം. അതിന് നേതൃത്വമുണ്ടോ എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. നമ്മുടെ നാട്ടിലെ ഇതര സമുദായം എന്നൊക്കെ തന്നെ പറയാം, അവരുടെ സമുദായങ്ങൾക്ക് പല അവശതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അവരെന്താ ചെയ്യുന്നത്? രാജ്യം ഭരിക്കുന്ന കക്ഷികളെ, അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന കക്ഷികളെ, അതിന്റെ നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ സമ്മേളനങ്ങളും അവരുടെ കാര്യങ്ങളിലും പങ്കെടുപ്പിച്ച് അവരുടെ ഗ്രീവൻസസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ അവിടെ പറഞ്ഞ് അവരതിന് പരിഹാരം തേടുമ്പോൾ ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാനായ മന്നത്ത് പത്മനാഭന്റെ ജയന്തിയും സമാധിയും ഒക്കെ ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ സാധാരണ ഇതിനങ്ങനെ പുറപ്പെടാറില്ല. സമസ്ത നായർ സമാജത്തിന് വ്യക്തമായ സ്റ്റാൻഡുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പേരിൽ ഞങ്ങൾക്കൂടെ ആക്ഷേപമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ പത്രക്കാരെ കാണാമെന്ന് ധരിച്ചത്. കാരണം മഹാനായ മന്നത്ത് പത്മനാഭൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ ഇരുത്തെയും നിർത്തയൊക്കെ നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ. അദ്ദേഹത്തിന്റെ ജയന്തി ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്? കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത, കേരളത്തിലോ ഇന്ത്യയിലോ ഭരണകക്ഷി അല്ലാത്ത, പ്രത്യേകിച്ച് ഈ സാധനം അവിടെ വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഈ സമൂഹത്തിന് ഉണ്ടാകാനും പോകുന്നില്ല.
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി മറ്റന്നാൾ നടക്കുന്ന മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ പോവുക. ഈ സമുദായത്തിന് എന്ത് ഗുണമാണ് ആ വ്യക്തിയുടെ പ്രഭാവം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ഉണ്ടാകാൻ പോണേ? ഈ വ്യക്തിയെ 3-4 വർഷം മുമ്പ് രാഷ്ട്രീയത്തിന്റെ കീ പോസ്റ്റിൽ നിയമിക്കണം, താക്കോൽ സ്ഥാനത്ത് നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ബഹളം വെച്ച് നമുക്കറിയാം. അതോടുകൂടി അയാളുടെ അധോഗതിയും തുടങ്ങി. അതോടുകൂടി ബാക്കിയുള്ളവർ അദ്ദേഹത്തെ നോട്ടം ഇട്ടു. നമ്മൾ സമുദായത്തിന്റെ ആഭിമുഖ്യത്തിലൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്നും തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നടക്കുന്ന ഭരണവും തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പൊ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അവസാനം പറയുന്നത് സമുദായവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കലർത്തിയായിരിക്കും പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള തുല്യനീതി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിന്റെ ജാതി, മതം, മുഖം, വർഗം ഒന്നും നോക്കാൻ പാടില്ല, നൽകണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. നിർഭാഗ്യവശാൽ വീണ്ടും പറയുകയാണ്, നായർ സമുദായത്തെ സൈഡ് ലൈൻ ചെയ്യുവാണ് രാഷ്ട്രീയ പാർട്ടികൾ. കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നതാണ് BJP. കഴിഞ്ഞ 2ാമത്തെ ടൈമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയെയോ അങ്ങനെയുള്ള ആരെയും തന്നെ ചങ്ങനാശ്ശേരിയുടെ പടിപ്പുറത്ത് കയറ്റത്തില്ല. ഞങ്ങൾ വലിയ ആളുകളാണെന്നാ പറയുന്നത്. സമൂഹം ഇത് അംഗീകരിക്കുമോ? രാജ്യത്ത് 3ാമത്തെ പ്രാവശ്യമാണ് BJP ഗവൺമെന്റ്. BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ. കത്തോലിക്ക സഭ പോലും അടുത്ത കാലത്ത് എന്താ പറഞ്ഞേ? ഞങ്ങൾ വിളിച്ചത് BJPയുടെ നേതാവിനല്ല, ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ്. ആ സ്ഥാനത്തിനൊരു മഹത്വം ഇല്ലേ? അതിനുള്ള മര്യാദ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി, അദ്ദേഹം വിളിച്ച വരും. അതല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള നേതാക്കന്മാർ വരും. അവർക്ക് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും ആ സമൂഹത്തിന് വേണ്ടി. അത് അനുവദിക്കത്തില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് പാർട്ടി ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയോ ഏത് ഇടതുപക്ഷമോ ഏത് പക്ഷമോ ആകട്ടെ, കേരളം ഭരിക്കുന്ന 2ാമത്തെ ടൈമിൽ ഭരിക്കുന്ന ആളാണ്. അവരെ ആരെയും ആ പരിസരത്ത് കയറ്റത്തില്ല. ഞങ്ങൾ വലിയ വീരവാദം പറഞ്ഞുകൊണ്ട് നടക്കണം. സമദൂരം പോട്ടെ. ഈ സമദൂരം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മര്യാദ പാലിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മര്യാദ സമദൂരത്തിൽ പാലിക്കുന്നുണ്ടോ? ഇത് കേരളത്തിലെ ജനങ്ങളെ, പൊട്ടന്മാരൊക്കെ, പ്രത്യേകിച്ച് നായർ സമുദായാംഗങ്ങളെ, നമുക്കതാ സങ്കടം. ഒരൊറ്റയൊരുത്തൻ ശബ്ദം ഉയർത്തി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നായർ സമുദായം കേരളത്തിലെ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? ഈ നായർ സമുദായത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് അടുത്ത കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. 2022 കേരളത്തിലെ നായർ ഉൾപ്പെടെയുള്ള 168 സമുദായങ്ങളുടെ അവശത പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോക്ക സമുദായ കമ്മീഷൻ കൊണ്ട് ഒരു റിപ്പോർട്ട് ശേഖരിച്ചു. ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ കമ്മീഷനെ കൊണ്ട്. നായർക്ക് മാത്രം ഉള്ളതല്ലത്. കേരളത്തിലെ മാർത്തോമായും ജേക്കബൈറ്റ്സും റോമൻ കാത്തലിക്കും ഒക്കെ ഉൾപ്പെടെയാണ്. ഇന്ന് വരെ സർക്കാർ 2 വർഷം കഴിഞ്ഞു അത് തൊടാൻ തയ്യാറായിട്ടില്ല. നമുക്കിത് ആരോടെ പറയാൻ പറ്റും? ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ശബ്ദമൊക്കെ ഉയർത്തി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പത്രമാധ്യമങ്ങളോടല്ലാതെ ഞങ്ങൾക്ക് ഇത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. നായർ സമുദായത്തിനെ വഞ്ചിക്കുന്ന നിലപാടിൽ നിന്ന് NSS മാറണം. നായരുടെ പേര് പറഞ്ഞു നടന്ന തട്ടിപ്പ് അവസാനിക്കണം. പാവപ്പെട്ട നായരായി ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ തെറ്റുകൊണ്ട് അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണുവാൻ സർക്കാരിന്റെ അടുത്ത് നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നേടണം. അതുകൊണ്ട് നായർ സമുദായ അംഗങ്ങൾ ഈ തട്ടിപ്പിനെതിരെ അണിനിരക്കണമെന്നും അതുപോലെ തന്നെ സർക്കാർ ഈ സമുദായത്തോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നുമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ അറ്റോർണി ജനറലായിരുന്നു പങ്കെടുപ്പിച്ചത് BJP നേതാക്കന്മാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട്, അതായത് BJP നേതാക്കന്മാരെ ഒഴിവാക്കി അറ്റോർണി ജനറലിനെ പോലുള്ള ഒരാളെ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് അവരുടെ സമ്മർദ്ദങ്ങളാണ്. അവസാനം പരിപാടി പങ്കെടുക്കാതെ പോകുന്നത് എന്ന സംസാരങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി പറയാം. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാൻ വെച്ചു. കാരണം അത് എന്റെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. കാരണം BJP നേതാക്കളാരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അതിനൊന്നുമുള്ള നട്ടലുള്ള BJP നേതാക്കളാരും കൂടി ഇല്ല. കാരണം അവിടുത്തെ നിങ്ങൾക്കറിയാലോ, അവിടെ പോകുന്ന BJP നേതാക്കൾ ആരാന്ന് കോട്ടയത്തൊക്കെ ഉള്ളവർ നിങ്ങൾക്കറിയാം. അപ്പൊ ഞാനിവിടെ പേര് പറയേണ്ട കാര്യമില്ല. പരാതി കൊടുത്തത് NSS നിന്നും പുറത്തായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അടുത്ത കാലത്ത്, താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ.
ഡോക്ടർ ടി കെ വിനോദ് കുമാർ എറണാകുളം, കൊല്ലത്ത് അതുപോലെ പ്രതി സഭാംഗമായ ഡോക്ടർ കോന്നി ഗോപകുമാർ മുതലായവർ ശ്രീ വെങ്കട്ടരമണിക്കും അതുപോലെ തന്നെ നമ്മുടെ നിയമമന്ത്രിക്കും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പിയാണ്. ഈ പരാതിയുടെ ബേസിലാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സുകുമാരൻ നായർക്കെതിരെയുള്ള അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കോപ്പി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തരാമെന്ന് വെച്ചിട്ട് അതെന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ആ പരാതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി നിയമപ്രകാരം. അതുകൊണ്ട് അദ്ദേഹമായിട്ട് വേദി പങ്കിടുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങ് അത് ആലോചിച്ച് നടപടി എടുക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലും വെങ്കട്ടരമണിയെ പോലുള്ള ഒരാളെ ഇവര് എന്തുകൊണ്ട് ക്ഷണിച്ചു എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ BJP ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലിനെ ഇവർ ക്ഷണിക്കണമെങ്കിൽ എന്താ ഇതിന്റെ പിന്നിലുള്ള കാര്യം? ഇവര് ഈ പെറ്റീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ കറക്റ്റ്. എന്താണ്? ഞങ്ങൾക്ക് അവിടെയൊക്കെ സ്വാധീനമുണ്ട്, എനിക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതാണ് ഈ പെറ്റീഷനകത്ത് അവർ പറഞ്ഞേക്കുന്നത്. പെറ്റീഷൻ പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് BJP നേതാക്കൾ ആരും കൊടുത്ത പെറ്റീഷൻ അല്ല. BJPയുടെ ഡയറക്റ്റ് ബന്ധമില്ലാത്തവരും ഉണ്ട്, ബന്ധമുള്ളവരുണ്ട്, ബന്ധമില്ലാത്തവരും ഉണ്ട്. പക്ഷെ അവർ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരായിട്ടും പ്രദേശ കരയോഗം പ്രസിഡന്റ്, ഇപ്പൊ പത്തനംതിട്ട TKG നായരുണ്ട്. അദ്ദേഹം എയർപോർട്ട് അതോറിറ്റി തിരുവനന്തപുരം എയർപോർട്ട് മാനേജറായിരുന്നു. അയാൾ കുമ്പഴ കരയോഗത്തിന്റെ പ്രസിഡന്റാണ്. അയാൾ പരാതി അയച്ച ആളാ. പരാതി അയച്ച 8-10 ആളുകളുണ്ട്. അതുപോലെ മുൻ അതിന്റെ ട്രഷററായിട്ടിരുന്ന ഹരിദാസ്, ഷൊർണൂരുള്ള ഹരിദാസ്, അങ്ങനെ ഒരു 6-7 പേര് ഒരുമിച്ചാണ് ഈ പെറ്റീഷൻ അയച്ചത്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ടൈപ്പ് ചെയ്ത് എനിക്ക് ശ്രീ കോന്നി ഗോപകുമാർ തന്ന കോപ്പിയാണ് ഇത് ഞാൻ അയച്ചു തന്നത്. ഞാൻ ഈ പത്രസമ്മേളനം നടത്താൻ പോകുന്നു. പരാതി പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 2-3 കേസുകൾ ഇതൊന്നും കൊടുത്തു 2-3 കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അത് ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അറ്റോർണി ഇവിടത്തേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാതെ മന്നത്ത് പത്മനാഭന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇല്ല, ഞാൻ പറഞ്ഞ അവര് പറഞ്ഞേക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്നില്ല. എതിർ കക്ഷിയായിട്ട് സുപ്രീം കോടതി വരുമ്പോൾ അദ്ദേഹം വരേണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ടല്ല നമ്മളത് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇന്നത്തെ കാലത്ത് ഇപ്പൊ 2ാം ടേമാണ് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. 100% ഇല്ല. എന്നെ മെനഞ്ഞാൽ മറ്റേ 3ാമത്തെ ഗ്രൂപ്പിന്റെ ആളുകൾ കാണാൻ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ആലപ്പുഴ ജില്ലയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഡൽഹി ബേസ് ചെയ്തുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ബിനാമിയായിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അതിന്റെ ഒരു ജില്ലാ നേതാവ് എന്റെ ഓഫീസിൽ വന്നിട്ട് ഞാനോട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ 3ാമത് ഇദ്ദേഹത്തിനെ NSS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി ബേസ് ചെയ്തുള്ള നേതാവിന്റെ ഒരു കൊച്ചു നേതാവ് എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അത് തെറ്റല്ലേ പറയുന്നത്? അതായിക്കോട്ടെ, ബാക്കി നിങ്ങൾ എഴുതിക്ക് കൊടുക്കും. അല്ലെ നിങ്ങൾക്ക് കറക്റ്റാണ് പറഞ്ഞത്. 4 ദിവസം മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വന്നത്. അപ്പൊ എന്നോട് വന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവുന്നു കോൺഗ്രസ് വന്നാൽ? ഞാൻ പറഞ്ഞു VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ. പുള്ളി അതല്ല പ്രതീക്ഷ, മറ്റേന്നും കൂടെ ഞാനൊന്ന് പറയണമായിരുന്നു. അപ്പോഴേ ഞാൻ അത്രയും ചിന്തിച്ചില്ല. എന്നോട് സമാജം എന്നും പറഞ്ഞൊക്കെ ആദ്യം വന്നത്. അപ്പൊ ഞാൻ അത്രയും ചിന്തിച്ചില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ പോയില്ല. എന്റെ പൊന്നമ്മ, ഞാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ടങ്ങ് പറയുക, അവരെയും കേട്ടത്തിൽ ഈ 12 വർഷമായിട്ട് ഈ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇവിടെ. ഇവിടുത്തെ നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ നേതാക്കന്മാർ രാവിലെ പോകുമല്ലോ, ഒരാഴ്ചയിൽ അലക്ക് ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ തന്നെ നിങ്ങളുടെ വസ്തു എല്ലാം കഴിയിട്ടോളാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല ഇങ്ങനെ. എന്നാലും ഇപ്പൊ ഗവർണർമാർ വരെ ഉണ്ടല്ലോ അതിനകത്ത്. ഞങ്ങൾ അങ്ങയുടെ കാര്യം, വേറെ ആരും ഏൽപ്പിക്കല്ലേ അങ്ങയുടെ ഈ കുച്ചിനിപ്പണി എന്ന് പറഞ്ഞ് നടക്കുന്നത് നാണം കെട്ട സ്ഥിതിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് പ്രതികരിക്കണ്ടേ? ഇപ്പൊ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വ്യക്തിപരമായ യാതൊരു വിരോധവും ഇല്ല. രമേശ് ചെന്നിത്തലയുടെ നമുക്ക് ഇതിന്റെ വ്യക്തിപരമായ വിരോധം ഉണ്ടാകുന്നേ? ഒരു വിരോധമില്ല. ഞാൻ ചോദിച്ചാൽ ഇത്രയും മഹത്തായ ഒരു നേതാവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്താലുണ്ടെന്ന് ഇമ്പാക്ട് എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെ രാജ്യത്തിന് ആഭ്യന്തരമന്ത്രി വരുക, അല്ലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരും. ഇന്ന് വരെ വേണ്ട. ഇത് 10-30 വർഷം മുമ്പേ ഇത് ആടുവാ ഇങ്ങനെ. ലാൽകൃഷ്ണ അദ്വാനി ഇവിടെ സന്ദർശിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ എടുക്കേണ്ട തീരുമാനങ്ങൾ? നമ്മുടെ പ്രശ്നം അതാണ്. അല്ല, ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞേ. BJP നേതാക്കളെ
അല്ലല്ല, ബി ജെ പിയുടെ കൊള്ളൂത്തുകാരായിട്ടൊന്നും വന്നതല്ല നമ്മൾ അതൊന്നും ഏറ്റെടുക്കുന്ന പണി. ഞാൻ ബി ജെ പിയുടെ ഗതികെട്ട അവസ്ഥയെ പറ്റിയാ പറഞ്ഞത്. ഒന്ന് പ്രതികരിക്കാൻ പോലുള്ള ശേഷിയില്ലാത്ത അതിനെ പറ്റിയാ പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടി അല്ലെ LDF അവർക്ക് അവരുടെ നിലപാടെങ്കിലും ഉണ്ട്. അവരെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ അവർ ഞങ്ങളുടെ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ടല്ലോ. സ്ഥിരം മാവേലിക്കരയിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-മാരെ പങ്കെടുപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ ആഘോഷങ്ങളിലൊക്കെ അവർ പങ്കെടുക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ കോൺഗ്രസിന്റെ കുഴിലൂത്തുകാരായിട്ട് ഒരു സംഘടനയെ കൊണ്ട് കെട്ടിയിട്ട് പ്രതികരിക്കണ്ടേ ആളുകള്? ഞാൻ ഈ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ. കഴിഞ്ഞ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഞങ്ങൾ ഞങ്ങളിത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് സമൂഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഒന്ന് പ്രതികരിച്ചത്. ഓ, സന്തോഷം. ആയിക്കോട്ടെ. നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറയുന്നുള്ളൂ. ഏതാണ്?